നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടം തോന്നാൻ എന്താണ് ചെയ്യേണ്ടത്? അവരാരും ആയിക്കോട്ടെ, അവരുടെ അടുത്തേക്ക് നമ്മൾ അങ്ങോട്ട് പോവാതെ നമ്മളോട് അവർക്ക് ഇങ്ങോട്ടൊരു ഇഷ്ടം തോന്നണം. അതിനെന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഇന്നിപ്പോൾ നമ്മൾ നോക്കുന്നത്. അത് നമുക്കിഷ്ടമുള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ അത് കുടുംബത്തിലാവാം. കുടുംബത്തിൽ എന്ന് പറയുമ്പോൾ മക്കൾ, പിരിഞ്ഞ് നിൽക്കുന്ന മക്കൾ, അതല്ലെങ്കിൽ മരുമക്കൾ, അല്ലെങ്കിൽ സഹോദരന്മാർ, അങ്ങനെ അച്ഛൻ, അമ്മ, അങ്ങനെ വേണ്ടപ്പെട്ട ആളുകളുണ്ടല്ലോ. ആരും ആവാം. അവർക്ക് നമ്മളോട് സ്നേഹം ഇങ്ങോട്ട് തോന്നണം. അതല്ലെങ്കിൽ നമ്മൾ വിവാഹം കഴിക്കാൻ പോകുന്ന ആളുകൾ, ആരും ആയിക്കോട്ടെ, നമുക്കൊരാളോട് ഇഷ്ടമുണ്ട്, ആൾ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ അവരെ നമ്മളിലേക്ക് കൊണ്ടുവരണം. അതിനെന്ത് ചെയ്യണം? ഇപ്പം നമ്മളുമായി ബന്ധമില്ലാത്ത ഒരാളാണെങ്കിൽ ആദ്യം അവരുമായിട്ട് നമ്മളൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കണം. കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. അത് കുടുംബത്തിലുള്ള ആളുകളാണെങ്കിൽ ഓൾറെഡി അവരുമായിട്ട് നമുക്കൊരു കണക്ഷൻ ഉണ്ടാവും. ഇപ്പോൾ മരുമക്കൾ, മക്കൾ, അച്ഛൻ, അമ്മ എന്ന് പറഞ്ഞാൽ അവർ ആദ്യമേ നമുക്ക് അവരുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. വിവാഹം കഴിക്കാൻ പോകുന്ന ആളാണെങ്കിൽ അവരുമായിട്ട് നമുക്കൊരു കണക്ഷൻ ഇല്ല. അപ്പോൾ ആദ്യം മെൻ്റലി ഒരു കണക്ഷൻ ഉണ്ടാക്കണം. ഈ കണക്ഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, അവരെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് അവരേനെ ഒന്ന് ബോധ്യപ്പെടുത്തണം. അത്രേ വേണ്ടൂ. അവരെ ഒന്ന് ബോധ്യപ്പെടുത്തുക. ആ വ്യക്തിക്ക് മനസ്സിലാവണം, ആ ആൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന്. അയാൾക്ക് ഇങ്ങോട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് വിഷയമേ അല്ല. അയാൾക്ക് ഇല്ലാതിരിക്കാൻ ഉണ്ടാവാം, ഇല്ല എന്നുണ്ടെങ്കിലും പ്രശ്നമല്ല. പക്ഷെ ആ വ്യക്തി അത് അറിഞ്ഞിരിക്കണം, ഇങ്ങനൊരു കാര്യം. അത്രേ വേണ്ടൂ. എങ്കിൽ അയാളെ നമ്മളിലേക്ക് ആകർഷിച്ച് കൊണ്ടുവരാൻ പറ്റും. അത് എങ്ങനെയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തിയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ കണ്ണടച്ചിരുന്നിട്ട് ആ വ്യക്തിനെ ഓർക്കുക. ആ വ്യക്തിനെ ഓർത്ത് ആ ആൾ ഉറങ്ങുന്നതായിട്ട് ഉള്ളൊരു രീതിയിലായിരിക്കണം നമ്മൾ ഓർക്കുന്നത്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട്, അല്ലെങ്കിൽ അവരുടെ അടുത്ത് പോയിട്ട്, അവർ കിടക്കുക ആണെങ്കിലോ അല്ലെങ്കിൽ ഇരിക്കുകയാണെങ്കിലോ, അവർ കണ്ണടച്ചിരിക്കുക അല്ലെങ്കിൽ കിടന്നുറങ്ങുക, ആ രീതിക്ക് നമ്മൾ കണ്ട് അവരുടെ അടുത്ത് പോയി ഇരുന്നിട്ട് അവരുടെ ആത്മാവിനോട് നമ്മൾ സംസാരിക്കണം. അവരുടെ ആത്മാവിനോട് നമ്മൾ പറയണം, എനിക്ക് ഇഷ്ടമാണ് എന്നുള്ള കാര്യം, നമുക്ക് എന്തുകൊണ്ട് ഇഷ്ടം, എങ്ങനെ ജീവിക്കാനാണ്, എന്താണ് താല്പര്യം, എങ്ങനെയാണ് എന്നുള്ളതൊക്കെ അവരോട് പറയണം. വ്യക്തമായിട്ട് അവരോട് പറയണം. അവരുടെ ആത്മാവിനോട് നമ്മൾ അവരുടെ ചെവിയുടെ അടുത്ത് പോയി ഇരുന്ന് പറയണം. അപ്പോൾ അത് അവരുടെ ആത്മാവ് കേൾക്കുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കണം. എന്നിട്ട് അത് ഒരു 3-4 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അതിൽ തന്നെ കണ്ണടച്ചിരുന്നുകൊണ്ട് പിന്നീട് അവരുമായിട്ട് നമ്മൾ എങ്ങനെ ജീവിക്കുന്നു, നമ്മൾ അവരുമായിട്ടുള്ള ബന്ധം എത്രത്തോളം സ്നേഹത്തോടെ പോകുന്നു, ഇതൊക്കെ നമ്മളിങ്ങനെ മനസ്സിൽ കാണണം. അത് അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഇപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ കൂടെ ജീവിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവുമല്ലോ. ആ സന്തോഷം നമ്മൾക്ക് വരണം. അന്നേരം നമ്മളിതിങ്ങനെ മനസ്സിൽ കാണുമ്പോൾ ആ ഒരു സന്തോഷം ശരിക്കും ജീവിക്കുന്നത് പോലെ തന്നെ ആയിരിക്കണം. ആ ജീവിക്കുന്ന അതേ രീതിയിൽ നമ്മൾ കണ്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുക. ഒരു 10-15 മിനിറ്റ് നമ്മളത് കണ്ടുകൊണ്ടേയിരിക്കണം. അത് കഴിഞ്ഞാൽ നമുക്ക് എഴുന്നേക്കാം. അങ്ങനെ ഒരു 20 ദിവസം 21 ദിവസത്തോളം ചെയ്യണം. അത് 21 ദിവസത്തോളം ചെയ്യുമ്പോഴേക്കും ആ വ്യക്തിക്ക് പിന്നെ നമ്മൾ അവരുടെ പിന്നാലെ പോകണമെന്നില്ല. അവരെ ഇടയ്ക്ക് കാണാൻ സാധ്യതയൊക്കെ ഉള്ളപ്പോൾ കാണും, നമ്മൾ ചിരിക്കും, പുഞ്ചിരിക്കും, അത്രയൊക്കെ ചെയ്താലും മതി. പക്ഷെ അവർക്ക് നമ്മളോട് പതുക്കെ ഇഷ്ടം കൂടി വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. നമ്മളിതിങ്ങനെ ചെയ്യും തോറും, ഒരാഴ്ച 10 ദിവസമൊക്കെ കഴിയും തോറും അവർക്ക് നമ്മളോടുള്ള അത് നമുക്ക് മനസ്സിലാവും. അവർക്ക് നമ്മളോടുള്ള ഇഷ്ടം കൂടി വരുന്നത്. ഇത് നമ്മൾ സ്ഥിരം ചെയ്യണം. ഒരു 21 ദിവസം നമ്മളത് ചെയ്യണം. അത് ചെയ്യുമ്പോൾ അവർക്ക് നമ്മളോടുള്ള ഇഷ്ടം കൂടി വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് തുടർന്നു കൊണ്ടേ പോവുക. അപ്പോൾ അവർ നമ്മളുമായിട്ട് അടുക്കും. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഫാമിലിയിലും നമ്മുടെ ആരെങ്കിലുമൊക്കെ ആയിട്ട് ഉള്ള ആളുകളും നമ്മളോട് ഇങ്ങോട്ട്, മക്കളോ ആരാണെങ്കിലും നമ്മളുമായി ഒരു ബന്ധമില്ലെങ്കിൽ അവർ നമ്മളിലേക്ക് വരാൻ, വിട്ടു നിൽക്കുന്നവരാണെങ്കിലും അവർ നമ്മളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം ഇത് തന്നെയാണ്. ഇതേപോലെ നമ്മൾ കണ്ണടച്ചിരുന്ന് അവരെ കാണുക, മനസ്സിൽ കാണുക. നമുക്ക് അവരോട് പറയാനുള്ളതൊക്കെ അവരുടെ ആത്മാവിനോട് പറയുക. ആത്മാവും തമ്മിൽ ഒരു ശത്രുതയില്ല. മനുഷ്യൻ്റെ ഇന്നത്തെ ഈ ചിന്താഗതിയിലുള്ള ശത്രുതകൾ മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഒരാത്മാവിന് മറ്റൊരാത്മാവിനോട് ഒരു ശത്രുതയില്ല.
ശത്രുത മുഴുവൻ ഇന്നത്തെ ചിന്താഗതികളോടും വ്യവസ്ഥിതികളോടും വരുന്ന മാറ്റങ്ങളിലും വരുന്ന അവനവന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നടക്കാത്തതിൽ വരുന്ന ഒക്കെ ദേഷ്യവും വൈരാഗ്യമൊക്കെയാണ് ഇതിന് കാരണമായിട്ട് വരുന്നത്. അപ്പം അതുകൊണ്ട് ആത്മാവിനോട് നമ്മൾ കാര്യങ്ങൾ പറയുക, സങ്കല്പിച്ചുകൊണ്ട് പറഞ്ഞിട്ട് നമ്മളത് അവരുമായിട്ട് സന്തോഷമായിട്ട് നിൽക്കുന്നതൊക്കെ നമ്മളിങ്ങനെ മനസ്സിൽ കാണുക. മനസ്സിൽ കണ്ടിട്ട് നമ്മൾ നന്ദി പറയുക. നന്ദി പറയുക എന്ന് പറഞ്ഞാൽ നമ്മൾ നന്ദി പറയൽ ഇതിൽ ഏറ്റവും വലിയൊരു മുഖ്യമായ കാര്യമാണ്. നമ്മൾ എന്തിനും നന്ദി പറയണം. ഈ നന്ദി പറയും തോറുമാണ് നമ്മളുടെ എല്ലാ നന്ദി പറയുമ്പോൾ നമുക്കുണ്ടാവുന്നൊരു ഫീലിംഗ് വളരെ നല്ലൊരു ഫീലിംഗാണ്. കാരണം നമ്മൾ എന്തുകൊണ്ടാണ് ഒരാളോട് നന്ദി പറയുന്നത്, അല്ലെങ്കിൽ ഒന്നിനോട് നന്ദി പറയുന്നത്, നമുക്കെന്തെങ്കിലും കിട്ടിയതിനാണ് നമ്മൾ നന്ദി പറയുന്നത്. നമുക്കൊരു സംഭവം ലഭിച്ചതിനാണ് നന്ദി പറയുന്നത്. ലഭിക്കുമ്പോൾ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ നല്ല കാര്യം ആണെങ്കിൽ അതിന് നമ്മൾ നന്ദി പറയുന്നു. അപ്പോൾ നമുക്ക് ലഭിക്കുമ്പോൾ നല്ല സന്തോഷമല്ലേ. ആ സന്തോഷമാണ് ഈ നന്ദി പറയുന്നതിനോടുകൂടി നമ്മളിൽ വരുന്ന ഒരു വൈബ്രേഷൻ. അതാണ് എപ്പോഴും നമ്മൾക്ക് വരേണ്ടത്, ഒരു സന്തോഷത്തിൻ്റെ വൈബ്രേഷൻ. സന്തോഷമുള്ളുമ്പോഴാണ് നമ്മൾ നന്ദി പറയുന്നത്. അപ്പോൾ ആ സന്തോഷത്തിൻ്റെ വൈബ്രേഷനാണ് ഈ നന്ദി പറയുമ്പോൾ നമ്മളിൽ വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും നന്ദി പറയണം. അപ്പം നമ്മളെ അവർ കൂടുതൽ അടുക്കുകയും ചെയ്യും. നമ്മളിങ്ങനെ കണ്ണടച്ചിരുന്ന് ഇതിങ്ങനെ സ്ഥിരം ചെയ്യുമ്പോൾ, ഈ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ നമ്മളേക്ക് അടുത്തതിനൊക്കെ നന്ദി പറയുമ്പോൾ ആ ഒരു സന്തോഷം ഫീലിങ്ങുമാണ് നമ്മൾ പ്രപഞ്ചത്തിലേക്ക് വിടുന്നത്. അത് എന്തായാലും നമ്മളൊരു നല്ലൊരു ഊർജം പ്രപഞ്ചത്തിലേക്ക് വിട്ടാൽ അത് നമ്മൾ എന്തിനെ ഫോക്കസ് ചെയ്തിട്ടാണോ നമ്മൾ ആ ഊർജത്തെ പുറത്തേക്ക് വിട്ടത്, അതേ സ്ഥലത്ത് ചെന്നിട്ട് അത് നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും. അതുമായി നല്ലൊരു ഊർജം, പോസിറ്റീവായ ഊർജം നമ്മളിലേക്ക് വിട്ടാൽ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് പോയിട്ട് പോസിറ്റീവായ ഊർജമായിട്ട് തന്നെ അത് നമ്മളിലേക്ക് തിരിച്ചു വരും. അപ്പം നമ്മളൊരു വ്യക്തിയെ മനസ്സിൽ കണ്ട് ആ ഊർജം വിട്ട് ആ വ്യക്തിയിലേക്ക് ആ ഊർജം പോയി ആ വ്യക്തിയിൽ നിന്ന് അതുമായി സമാനപ്പെട്ട ഊർജമായിട്ട് നമ്മളിലേക്ക് തിരിച്ചു വരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ ആ വ്യക്തി നമ്മളുമായിട്ടുള്ള നമ്മൾ ഉദ്ദേശിച്ച അതേ രീതിയിൽ നമ്മളോട് പെരുമാറുന്നു. ഇതാണ് ഇതിൻ്റെ മെയിൻ റീസൺ. കാരണങ്ങൾ സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഏതൊരാൾക്കും ആരോടും ഇഷ്ടം തോന്നാം. അത് നമ്മൾക്ക് അവരുമായിട്ട് ജീവിക്കണമെന്നോ അല്ലെങ്കിൽ അവർ നമ്മളുമായിട്ട് നല്ല സൗഹൃദത്തിലാവണമെന്നോ ഒക്കെ നമുക്ക് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അത് അവരുമായിട്ട് അത് പങ്കിട്ട് ജീവിക്കാൻ ഏതൊരു മനുഷ്യനും അർഹതയുണ്ട്. അത് പല കാരണങ്ങൾ കൊണ്ട് ഇല്ലാതെ പോകുന്നു എന്ന് മാത്രം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇങ്ങനെയാണ്. ഇതിൽ നന്ദി പറയേണ്ട കാര്യം ഒരിക്കലും മറക്കരുത്. നമ്മൾ ഈ കാണുന്ന ഈ വിഷ്വലൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിനും നന്ദി പറയണം. ഈ നന്ദി പറയുമ്പോഴാണ് ഇത് കൂടുതൽ നമ്മളിലേക്ക് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്നും നമ്മൾ എഴുന്നേറ്റതിനൊരു നന്ദി പറയണം. എഴുന്നേറ്റത് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം നമുക്ക് അനുവദിച്ച് കിട്ടിയതിന് നന്ദി പറയണം. കാരണം രാത്രി കിടന്നിട്ട് നേരം വെളുത്ത് എഴുന്നേൽക്കാത്ത എത്രയോ ആളുകളുണ്ട്. എഴുന്നേൽക്കാൻ പറ്റാത്തതും മരണപ്പെട്ടതുമായ ആളുകൾ. നമുക്കതല്ലാതെ സുന്ദരമായി എഴുന്നേൽക്കാൻ കഴിഞ്ഞതിന് തന്നെ ആദ്യം നന്ദി പറയണം. അന്നത്തെ ദിവസം മുഴുവൻ സന്തോഷമായിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിൽ കരുതുകയും വേണം. അങ്ങനെ ഒരു 21 ദിവസം പോയി കഴിഞ്ഞാൽ പതുക്കെ നമ്മളുടെ കാര്യങ്ങളൊക്കെ ക്ലിയറായി വരുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. നിങ്ങൾ കൺമുന്നിൽ തന്നെ അവരുടെ പെരുമാറ്റം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇല്ല അകന്ന് നിൽക്കുന്നവരായിരുന്നെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെടുന്നത് നിങ്ങൾക്ക് നിങ്ങളെ ഫോണിലോ അല്ലെങ്കിൽ നേരിട്ടോ വന്ന് ബന്ധപ്പെടുന്ന പോലും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യുക. ഇനി എന്തെങ്കിലും സംശയം ഇതിനെക്കുറിച്ച് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സംശയം ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള റീപ്ലൈ തരുന്നതാണ്. അപ്പോൾ എല്ലാ സംശയങ്ങളും മാറിയിട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വാട്സപ്പിൽ ചോദിക്കാം. അപ്പോൾ എല്ലാ സംശയങ്ങളും മാറിയിട്ട് നിങ്ങൾ നല്ല രീതിയിലാവട്ടെ എന്ന് മനസ്സുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇത് നിർത്തുന്നു.